നിങ്ങളൊരു ആക്സിസ് ബാങ്കിലെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ആപ്പിലൊക്കെ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടായിരിക്കും. അതായത് ഓവർ ലിമിറ്റ് കൺസെന്റ് എന്ന് പറഞ്ഞ ഒരു സാധനം നിങ്ങൾ ഹോം പേജിൽ തന്നെ വന്ന് എടുക്കേണ്ടായിരിക്കും. അപ്പോൾ ഇത് എന്താണ് ഓവർ ലിമിറ്റ് കൺസെന്റ് എന്ന് വെച്ചാൽ നമ്മളൊരു അഗ്രിമെന്റ് കൊടുക്കുകയാണ് ബാങ്കിന്. അപ്പോൾ എന്താണ് ഓവർ ലിമിറ്റ് കൺസെന്റ്, എന്താണ് സംഭവം, നമ്മളിത് എന്താ ചെയ്യേണ്ടത്, ഇത് ആക്ച്വലി ഇതിൻ്റെ പർപ്പസ് എന്താണെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് പുതിയ RBI റൂളിൻ്റെ പ്രകാരമാണ് ആക്ച്വലി ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ 2 മാസം 3 മാസം മുമ്പ് നമ്മുടെ പുതിയ RBI ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ടുള്ള ന്യൂ ഗൈഡ് ലൈൻസ് ഒക്കെ ഇറക്കിയിട്ടുണ്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ബാങ്കുകളും ചെയ്തിരിക്കേണ്ട, ക്രെഡിറ്റ് കാർഡ് ഇറക്കുന്ന എല്ലാ ബാങ്കുകളും ചെയ്തിരിക്കേണ്ട ഒരു ഗൈഡ് ലൈനാണ് നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഉണ്ടാകുക. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിന്ന് പറയാൻ വന്നപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിലേക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെക്ക് നോക്കാൻ മറക്കണ്ട. നിങ്ങൾ URL കണ്ടായിരിക്കും നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ക്ലിക്ക് ചെയ്യാനും ഫോളോ ചെയ്യാൻ, അതുപോലെ തന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. എല്ലാത്തിനും ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ റീസെൻ്റ്ലി നമ്മളൊരു ഗീവ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു, പോയി കാണാനും പങ്കെടുക്കാനും മറക്കണ്ട കേട്ടോ. ചെറിയൊരു സൗണ്ട് നമ്മുടെ ഡിഫറൻസ് ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ കോൾഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വൈറൽ ഫീവർ ആണെന്ന് സംശയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും കേട്ടോ നമ്മുടെ സൗണ്ടിലും കാര്യത്തിലൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ആക്സിസ് ബാങ്ക് യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ഓവർ ലിമിറ്റ് കൺസ് എന്ന നിങ്ങളൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടോടെ കാണാനായിരിക്കും. അപ്പോൾ ഇത് ആക്ച്വലി എന്താ സംഭവിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ക്രെഡിറ്റ് കാർഡിലും നിങ്ങൾക്ക് ഓവർ ലിമിറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത് മുമ്പും പറ്റുന്നുണ്ടായിരുന്നു, ഇപ്പോഴും പറ്റും. അപ്പോൾ ഇപ്പോൾ പുതിയ RBI റൂൾ പ്രകാരം ഇപ്പോൾ എന്താ സംഭവിച്ചാൽ ആക്ച്വലി ഞാൻ പറഞ്ഞുതരാം എന്താ ഓവർ ലിമിറ്റ് പറഞ്ഞു. അപ്പോൾ മോസ്റ്റ്ലി ഇപ്പോൾ നമുക്ക് കിട്ടിക്കുന്ന ക്രെഡിറ്റ് ലിമിറ്റ് 1 lakh ആണെന്ന് വിചാരിക്കാം. ചില ബാങ്കുകളൊക്കെ അത് 1.25 lakh വരെ, അതായത് 25,000 വരെ എക്സ്ട്രാ നമുക്ക് ഓവർ ലിമിറ്റ് യൂസ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് കുഴപ്പം എന്താ വെച്ചാൽ അവർ നമ്മളെ നല്ല കത്തി എക്സ്ട്രാ ചാർജ് ഇവിടെ പിടിക്കേണ്ടതായിരുന്നു. അതായത് ഒരു ഓവർ ലിമിറ്റ് ചാർജ് ഒരു ഫിക്സഡ് റേറ്റ് ആയിട്ടുള്ള 500 അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ 2.5% ഓഫ് നമ്മളെടുത്ത എമൗണ്ടിൻ്റെ പെർസെൻറ്റേജ് ഒക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഓവർ ലിമിറ്റ് ചാർജ് ആയിട്ട് പിടിക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരും. പിന്നെ അത് ക്ലിയർ ചെയ്യണ അവർ ആഡ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക്. അപ്പോൾ നല്ലൊരു പണിയുള്ള സംഭവമായിരുന്നു. എന്ന് വെച്ചാൽ കുറേ പേരെന്ന് വെച്ചാൽ നമ്മുടെ ചിലവർക്ക് 30,000 40,000 അവർക്ക് ലിമിറ്റ്, അല്ലെങ്കിൽ 50,000 ലിമിറ്റ്. ചിലപ്പോൾ ചിലപ്പോൾ ഐഫോൺ ഫോൺ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 60,000 ആയിരിക്കും. അപ്പോൾ നമ്മൾ കാർഡ് വെച്ച് വാങ്ങിക്കാൻ നോക്കും. അപ്പോൾ കാർഡ് വെച്ച് വാങ്ങിക്കുമ്പോൾ സാങ്ഷൻ ആവും. എന്ന് വെച്ചാൽ 50,000 ഒരു 10,000 എക്സ്ട്രാ വരുന്നത്. അപ്പോൾ പക്ഷേ ബാങ്ക് എന്താ ചെയ്യുക, ഇതിനെ എക്സ്ട്രാ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ഈ ക്രേസ് ഇതുകൊണ്ട് ആൾക്കാർ ഇത് നോക്കില്ല. അപ്പോൾ പുതിയ ഇത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ബാങ്ക് ഇഷ്ടംപോലെ ഫൈനും കാര്യങ്ങളൊക്കെ ആൾക്കാർ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഇതാണെങ്കിൽ ബാങ്ക് ഒന്ന് നോട്ടിഫൈ ചെയ്യണമില്ല, ഇങ്ങനെ ഒരു ഓവർ ലിമിറ്റ് സംഭവം ഉണ്ട്. അങ്ങനെ ഒരു സംഭവം നോട്ടിഫൈ ബാങ്ക് ഇതുവരെ ചെയ്യാറേ ഇല്ല. ഒറ്റ ബാങ്കും ചെയ്യാറില്ല, എല്ലാ ബാങ്കും ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഒരു വെൽഫെയറിൻ്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി പുതിയ ഈ ഒരു റൂളും കൂടി വന്നേക്കുന്നത്. അതായത് നമുക്ക് ഓവർ ലിമിറ്റ് യൂസേജ് വേണമെങ്കിൽ നമ്മൾ അത് ഓൾറെഡി കൺസെൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ആക്സിസ് ബാങ്കിനാണ് ആദ്യം വന്നേക്കുന്നത്. ഇനി എല്ലാ ബാങ്കിൻ്റെയും ക്രെഡിറ്റ് കാർഡിൽ വന്നു തുടങ്ങിയിട്ട് ആപ്പിൽ. അപ്പോൾ അതെന്താ സംഭവത്തിൽ നിങ്ങൾക്ക് ആ ഹോം പേജിൽ തന്നെ കണ്ടായിരിക്കും. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ താഴെ ഒരു യെസ് ഓർ നോ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഓവർ ലിമിറ്റ് വേണോ വേണ്ടേ, അത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു കൺസെൻറ്റ് കൊടുക്കുക. വേണമെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് 1 lakh ആണ് ലിമിറ്റ് എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഉപയോഗിക്കണോ, അതായത് ഓവർ ലിമിറ്റ് സംഭവം വേണോ എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. സംഭവം ഫൈനും സാധനങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. നമ്മൾ കൺസെൻറ്റ് കൊടുക്കുക. വേണ്ടാന്നെങ്കിൽ നോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 lakh ആണ് നമ്മുടെ ലിമിറ്റ്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇപ്പോൾ 1,05,000 നമ്മുടെ ഒരു പുതിയ ഐഫോൺ വാങ്ങിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല, ക്യാൻസൽ ആവും. പക്ഷേ നമ്മൾ കൺസെൻറ്റ് യെസ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഫോൺ വാങ്ങിക്കാൻ നോക്കി കഴിഞ്ഞാൽ 25,000 വരെയൊക്കെ മാക്സിമം നമുക്ക് പറ്റും. പക്ഷേ അതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം എന്ന് മാത്രം. അപ്പോൾ ഇതാണ് ഓവർ ലിമിറ്റ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ ഇതിൽ കയറിയിട്ട് ഒന്നെങ്കിൽ നോ കൊടുക്കുക അല്ലെങ്കിൽ എസ് കൊടുക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോ കൊടുക്കായിരിക്കും നല്ലത്. നിങ്ങൾക്ക് കൺസെൻറ്റ് വേണ്ടാന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, ഇത് വല്ല പ്രൊഡക്റ്റൊക്കെ കണ്ടിട്ട് ആക്രമണം പിടിച്ച് നമ്മൾ ചിലപ്പോൾ വാങ്ങി. പക്ഷേ നല്ല നഷ്ടം വരുന്നൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡിൽ ഫൈൻ എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ചാർജാണ്. ഡെയിലി എത്ര കയറുകയെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റും. ഒരാഴ്ച കൊണ്ട് നമ്മൾ ടോട്ടൽ സ്പെൻഡ് ചെയ്ത് ചിലപ്പോൾ എമൗണ്ട് ഒരാഴ്ച കൊണ്ടാവും. അപ്പോൾ ഈ ഓവർ ലിമിറ്റ് ചാർജ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഏതെങ്കിലും ചാർജ് ആയിക്കോട്ടെ, അത് എൻ്റെ അഭിപ്രായത്തിൽ ക്രെഡിറ്റ് കാർഡിൽ നിങ്ങളിത് കൺസെൻറ്റ് കൊടുക്കാണ്ടിരിക്കാൻ നല്ലത്. അതായത് പുതിയത് ഇപ്പോൾ ഇങ്ങനെ റൂൾ വന്നേക്കുന്ന RBIയുടെ നല്ലൊരു തീരുമാനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ നോ കൊടുക്കുകയാണ്. ഇപ്പോൾ ആക്സിസ് ബാങ്ക് കസ്റ്റമേഴ്സ് ഇപ്പോൾ തന്നെ നോ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് കിട്ടാൻ വേണമെങ്കിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാലോ. ബാക്കിയുള്ള ഇനി ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിനും SBI ആയാലും RBI ആയാലും ഇതപ്പോൾ ഇനി പെട്ടെന്ന് കിട്ടുന്നില്ല, വൺ കാർഡ് ആയാലും എല്ലാത്തിലും ഇപ്പോൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വൺ കാർഡിൽ വന്നുകൊണ്ട് ഓൾറെഡി നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ഹോം പേജിൽ ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ ഇത് തന്നെ കൺസെൻറ്റ് തന്നെയാണ്. അതും നമ്മുടെ ഒരു സമ്മതം ചോദിക്കുകയാണ്. നമ്മുടെ സമ്മതം ഇല്ലാണ്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഇപ്പോൾ RBI പറഞ്ഞേക്കുന്ന റൂള്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പണ്ട് ബാങ്ക് ഒന്നും പറയാണ്ട് സുമ്മാ ചെയ്യായിരുന്നു. ഇപ്പോൾ ഇതെല്ലാത്തിനും നമ്മുടെ കൺസെൻറ്റ് വേണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഇപ്പോൾ ക്ലോസിംഗ് റിക്വസ്റ്റ് 7 ദിവസത്തിനുള്ളിൽ ബാങ്ക് പ്രോസസ്സ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഓരോ ദിവസം 500 വെച്ച് ഫൈൻ തന്നുകൊണ്ടിരിക്കണം. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ക്ലോസിംഗ് റിക്വസ്റ്റ് ചെയ്താൽ ബാങ്ക് തിരിഞ്ഞു നോക്ക് പോലും ചെയ്യില്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ RBIയുടെ റൂള് കസ്റ്റമേഴ്സിന് നല്ല ഫേവറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് RBI നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് കാർഡ് സെക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക്. അപ്പോൾ ഇതാണ് ഈ ഓവർ ലിമിറ്റ് കൺസേൺ എന്ന സംഭവം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ എന്തായാലും സംശയിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിയിട്ടാണ്. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. ചെറുതായിട്ട് ചിലപ്പോൾ ഒരു സ്ലോ ആയിരിക്കും. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ആക്ച്വലി പനിയൊന്നുമില്ല, എന്നാലും ഒരു കോൾഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. ഗീവ് അവേ റീസെൻ്റ്ലി നമ്മൾ ഒരു ദിവസം മുമ്പ് ഇന്നലെ ഇട്ടുണ്ടായിരുന്നു. അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. ഒരു ഗെയിമിംഗ് TWS ആണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. സിമ്പിളാണ്. നമ്മൾ ഒരു മാസം കഴിഞ്ഞാൽ നമ്മളത് അനൗൺസ് ചെയ്യും. ഞാൻ അതിൽ റൂള് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട് കമൻറ്റിൽ, നോക്കാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ നമ്മൾ കണ്ടോക്കുക. 𝙤𝙤𝙀26 ആണ് ചാനലിൻ്റെ പേര്. യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഒരു അത്യാവശ്യം നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് തന്നെ അതിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു എന്താ പറയുക, നമ്മൾ കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ ആയുർവേദ സപ്ലിമെൻറ്റ്സിൻ്റെ റിവ്യൂവും ഫുഡിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെയാണ്. നോക്കാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയിക്കേണ്ടേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ കാണാം. ബൈ.